Hi DS, I'm Shamsuddin, Director, Harvest Institute of Science. 2022-23 അക്കാഡമിക് ഇയറിലെ +1 സയൻസ് കോഴ്സിൻ്റെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഹാർവസ്റ്റിൽ തുടരുന്നു. ഈ +1 സയൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് SSLC എക്സാമിനേഷൻ്റെ റിസൾട്ടോ 10th CBSEയുടെ റിസൾട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഹാർവസ്റ്റ് നടത്തുന്നൊരു എൻട്രൻസ് എക്സാമിനേഷനിലൂടെ മക്കളുടെ ആ ഒരു എക്സാമിലുള്ള മക്കളുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഹാർവസ്റ്റിൻ്റെ ഈ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുക്കാവുന്നതാണ്. +1 +2 സയൻസ് കോഴ്സിലൂടെ ഹാർവസ്റ്റ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമതായി, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ, വിവിധ എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ മക്കളുടെ പെർഫോമൻസിനെ, അക്കാഡമിക് പെർഫോമൻസിനെ ഉയർത്തുക എന്നുള്ളത് ആണ് ഹാർവസ്റ്റ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിനേഷന്, +1 +2 ബോർഡ് എക്സാമിനേഷന്, പബ്ലിക് എക്സാമിന് അവരുടെ മാർക്ക് ഒട്ടും കുറയാതെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ ബോർഡ് എക്സാമിനേഷനിൽ, പബ്ലിക് എക്സാമിനേഷനിൽ അവരെ പെർഫോം ചെയ്യിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഹാർവസ്റ്റിൻ്റെ ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ, നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ, ഒരു വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സ് എന്ന പേരിൽ, റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന പേരിൽ നഷ്ടപ്പെടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ പറഞ്ഞ വിവിധ എൻട്രൻസ് എക്സാമുകളിൽ അവരെ മുന്നിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഹാർവസ്റ്റിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഹാർവസ്റ്റ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും മക്കളെ ഈ ഒരു അക്കാഡമിക് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് ഹാർവസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് വിവിധ എൻട്രൻസ് എക്സാമുകൾ അവരുടെ സിലബസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്ത പ്രഗത്ഭരായ അധ്യാപകരെ വെച്ചുകൊണ്ട് +1 +2 ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ, NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ എൻട്രൻസ് എക്സാം ലെവലിൽ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഡെയിലി ടെസ്റ്റുകൾ, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, മെഗാ ടെസ്റ്റുകളെല്ലാം തന്നെ നടത്തി അതിനെല്ലാം തന്നെ ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് വെച്ച് അവർക്ക് അവരുടെ ആ ഒരു എക്സാമിലേക്ക്, എൻട്രൻസ് എക്സാമിലേക്ക് വളരെ ധൈര്യത്തോടു കൂടി അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഹാർവസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട്, ബോർഡ് എക്സാമിനേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ, പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വിവിധ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അതിനെല്ലാം തന്നെ ടേം എക്സാമുകളും, ചാപ്റ്റർ വൈസ് എക്സാമുകളും ടേം എക്സാമുകളും ഹാർവസ്റ്റ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മക്കൾ നന്നായി പഠിച്ച് മിടുക്കരായി പോവുകയാണ് എങ്കിൽ ഈ 2 കോഴ്സിനും അവർക്ക്, ഈ 2 എക്സാമിലും അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ബോർഡ് എക്സാമിനേഷൻ്റെ കാര്യം പോലെയല്ല എൻട്രൻസ് എക്സാം. രക്ഷിതാക്കൾക്കെല്ലാം ആ വിവരം നന്നായിട്ട് അറിയാം. എൻട്രൻസ് എക്സാമിനേഷൻ ഒരു കുട്ടി ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക്, നല്ല സ്മാർട്ട് വർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഹാർവസ്റ്റ് അവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. NCERT ടെക്സ്റ്റ് ബുക്കിന് പുറമെ വിവിധ എൻട്രൻസ് എക്സാമുകളിലേക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എല്ലാം കൺസെപ്റ്റും അടങ്ങിയ, അതിൻ്റെ ഹിൻസും സൊല്യൂഷനും അടങ്ങിയ കേരളത്തിലെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ ഒബേ ചെയ്യുന്ന, അവരെല്ലാം തന്നെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, ബുക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ബുക്സ് എല്ലാം തന്നെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെ അടുത്തും, ഓരോ കുട്ടിയുടെ അടുത്തും സ്റ്റഡി മെറ്റീരിയൽസ് എത്തുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട്, അവരുടെ സമയം ക്രമീകരിച്ചിട്ട് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷന്, ഈ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ബുക്ക് റെഫറൻസ് തന്നെയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഓരോരുത്തരുടെ അടുത്തും സ്റ്റഡി മെറ്റീരിയൽസ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവിധ എൻട്രൻസ് എക്സാമുകളിലൂടെയും ഈ സ്റ്റഡി മെറ്റീരിയൽസുകളുടെയും കടന്നു പോകുമ്പോൾ തന്നെ ഈ എൻട്രൻസ് എക്സാമിലേക്ക് കുട്ടികൾ വളരെ വേഗത്തിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിതാക്കൾക്കുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക, 10th പഠിച്ച കുട്ടി, 10th മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ CBSE ലെവലിൽ പഠിച്ച ഒരു കുട്ടി, അതല്ല എങ്കിൽ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു കുട്ടികൾ. ഇവരെ പെട്ടെന്ന് ഒരു +1 കരിക്കുലത്തിലേക്ക്, ഒരു +1 കോഴ്സിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ രക്ഷിതാക്കളുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. കുട്ടികളും ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. വളരെ നല്ല രീതിയിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഹൈസ്കൂൾ സെഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി സെഷൻ നിങ്ങൾക്ക് അക്കാഡമിക് പെർഫോമൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിലപ്പം കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷനൊക്കെ ഉണ്ടായൊരു സാഹചര്യത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനാൽ +1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകിക്കൊണ്ടാണ് ഹാർവസ്റ്റ് ആ കുട്ടികളെ +1 സയൻസ് ബാച്ചിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും 10th നിന്ന് ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ വളരെ വേഗത്തിൽ ഹൈസ്കൂൾ സെക്ഷനിൽ നിന്ന്, സെക്കൻഡറി സെക്ഷനിൽ നിന്ന് അവർക്ക് ഈ ഒരു ഹയർ സെക്കൻഡറി സെക്ഷനിലേക്ക് +1 +2 കൺസെപ്റ്റിലേക്ക് വളരെ വേഗത്തിൽ എത്താനും അതവരുടെ മാത്തമാറ്റിക്സ് സ്കില്ല്, അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള അവരുടെ മാത്തമാറ്റിക്സ് സ്കില്ലും അതോടൊപ്പം തന്നെ അവരുടെ അക്യുറസിയും അവരുടെ സ്പീഡും കൂടാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഹാർവസ്റ്റിന് മനസ്സിലായതാണ്. അപ്പോൾ ഈ ഒരു +1 കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഹാർവസ്റ്റിൻ്റെ ആപ്പ് വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ആ ആപ്പിലൂടെ ഹാർവസ്റ്റിലെ ടീച്ചേഴ്സിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലകളിൽ വർഷങ്ങളായിട്ട് ക്ലാസ് എടുത്ത അധ്യാപകരുടെ ക്ലാസ്സുകളെല്ലാം തന്നെ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകളെല്ലാം തന്നെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഹാർവസ്റ്റിൻ്റെ ആപ്പിലൂടെ അവൈലബിൾ ആവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് കിട്ടുന്ന അവരുടെ ടൈം അനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സിന് പുറമെ അവർ ഫ്രീ ആകുന്ന സമയങ്ങളിൽ അവരുടെ വീടുകളിൽ വെച്ചിട്ടും അവർക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ട് അവർക്ക് എൻട്രൻസ് എക്സാമിനേഷനും ബോർഡ് എക്സാമിനേഷനും പ്രിപ്പയർ ആവുന്നതാണ്. പാരൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം പാരൻസ് ആപ്പും ഹാർവസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പെർഫോമൻസ്, ഹാർവസ്റ്റിൽ നടക്കുന്ന ഡെയിലി ഹണ്ട് എക്സാമുകളുടെയും ചാപ്റ്റർ വൈസ് എക്സാമുകളുടെയും മെഗാ ടെസ്റ്റുകളുടെയും ബോർഡ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളിലൂടെ എല്ലാം അവരുടെ പെർഫോമൻസ്, ഓരോ കുട്ടിയുടെയും പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പാരൻസ് ആപ്പിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് രക്ഷിതാക്കൾക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, റെസിഡൻഷ്യൽ സംവിധാനത്തിലാണ് ഹാർവസ്റ്റ് ഈ ഒരു കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സംവിധാനമാണ് ഹാർവസ്റ്റിലുള്ളത്. ധാർമ്മികാന്തരീക്ഷത്തിൽ നടക്കുന്ന ഹാർവസ്റ്റിൻ്റെ ഡയറക്ടേഴ്സ് നേരിട്ട് കൺട്രോൾ ചെയ്ത് നടത്തുന്ന ഹോസ്റ്റൽ സംവിധാനത്തിലാണ് നമ്മളുടെ മക്കൾ പഠിച്ച് വളരാൻ പോകുന്നത്. അവർക്ക് നല്ലൊരു അക്കാഡമിക് ലെവൽ അവരുടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമുകളിലും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനേഷനിലും ഹാർവസ്റ്റിന് അവരുടെ പെർഫോമൻസ്, അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്താൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഹാർവസ്റ്റിന് മക്കളുടെ ഭാവിയിൽ വലിയൊരു വിപ്ലവം തന്നെ ഹാർവസ്റ്റിന് സൃഷ്ടിക്കാൻ സാധിക്കും. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഹാർവസ്റ്റും ഒരുമിച്ച് നിൽക്കുമ്പോൾ മക്കളുടെ ഭാവിയിൽ അവരുടെ അക്കാഡമിക് ലെവലിൽ വലിയ വിപ്ലവം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. വിവിധ കോളേജുകളിൽ NITയിലും അതുപോലെ തന്നെ വിവിധ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോളേജുകളെല്ലാം തന്നെ നല്ല അഡ്മിഷൻ കിട്ടുന്ന ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റും.
ആ ഒരു അക്കാഡമിക് പെർഫോമൻസ് ആണ് ഹാർവസ്റ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ട് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അത് ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ 10th SSLC അല്ലെങ്കിൽ CBSE എക്സാം എഴുതിയിരിക്കുന്നവരാണ് എങ്കിൽ ഹാർവസ്റ്റിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം സെക്കൻഡ് ബാച്ചിലേക്കുള്ള സയൻസിൻ്റെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ പരിമിതമായ സീറ്റുകളിലേക്കുള്ള അഡ്മിഷനെ ഹാർവസ്റ്റിൻ്റെ ഓഫീസുമായിട്ട് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഹാർവസ്റ്റിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. എല്ലാ മക്കൾക്കും നിങ്ങളുടെ കരിയർ നന്നാവട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.